വാസന്തങ്ങൾ പോയി എങ്ങോ ദൂരെ കണ്ണിൽ നിന്നും കാക്കപ്പൂവുകൾ പോയി അരിമുല്ലയിൽ നിന്നും തേനൊന്നും കിളിപ്പോയി നോവറിയും അതിൽ നീരും നീലാവിതനായി മകളെ. അമ്മയെന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെ. നീ അവളെ കാണുന്നത് കുറയ്ക്കണം, സംസാരിക്കുന്നത് കുറയ്ക്കണം. നീ കാരണം ആ കുടുംബത്തിനൊരു പേരുദോഷം വരാൻ പാടില്ല. ഞാനും അവളും തമ്മിലുള്ള സൗഹൃദം കുട്ടിക്കാലം മുതലേ അമ്മ കാണുന്നതല്ലേ. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞോ? അമ്മ മാത്രമല്ലടാ, വക്കീൽ സാറിന്റെ നീക്കങ്ങളിലും എന്തോ ഒരു സംശയമുള്ളതുപോലെ. ചിലപ്പോ അതെന്റെ വെറും തോന്നലാവാം. എനിക്കിപ്പോ സംശയം നിന്നെ. എന്നെയോ? അതെ, അവര് നല്ല അർത്ഥത്തിൽ പറഞ്ഞതൊക്കെ നീ എന്തിനാ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? എനിക്ക് അപർണയോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം ഇല്ലെന്നത് നിനക്ക് വിശ്വാസം ഉണ്ടല്ലോ. ഇനി അവളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് തടയണം. അവളുടെ ഭാഗത്തുനിന്ന് ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കാണും. അവളുടെ സ്വഭാവം നമുക്കറിയത്തില്ലേ. അവൾ ഇതിലും വലിയ വെടിപൊട്ടിക്കും, വെറുതെ എല്ലാവരും ഒന്ന് ഇളക്കാൻ. അത്രേ ഉണ്ടാവുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. നീ സമാധാനായിട്ടിരി. വാ, നമുക്ക് പോവാം. ഗുഡ് നൈറ്റ്. ഓക്കെ, കാണാം. പറ്റമേ? എന്താ മോനെ, എത്ര നേരം അമ്മ ഇങ്ങനെ ആദ്യ പിടിച്ചിരിക്കുന്നു? നിന്റെ ഈ കുന്ത്രാണ്ടത്തിൽ കയറിയുള്ള പോക്ക് അമ്മയ്ക്ക് ഒരു സമാധാനവുമില്ല. അമ്മയുടെ മോൻ എത്ര വയസ്സായി? ഇത്തിരി വൈകിന്ന് വെച്ചെന്താ കുഴപ്പം? പോടാ അവിടുന്ന്. ചങ്ക് പൊട്ടി ഇരിക്കുമ്പോഴാ അവന്റെ ഓരോ വർത്തമാനങ്ങള്. ആ, എന്തിനാ നിന്നെ വക്കീൽ സാർ വിളിപ്പിച്ചത്? ഓ, ഈ അമ്മയ്ക്ക് അതിനും ടെൻഷൻ തന്നെ. വക്കീൽ സാറ് ഒരു ജോലിയുടെ കാര്യം പറയാൻ വേണ്ടി വിളിപ്പിച്ചാ. എന്നിട്ട് ഞാനത് സ്നേഹപൂർവ്വം നിരസിച്ചു. എന്തിനാ വെറുതെ എല്ലാത്തിനും അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കുന്നേ? അദ്ദേഹത്തിന്റെ റെക്കമെൻഡ് ഇല്ലാതെ തന്നെ എനിക്കൊരു ജോലി കിട്ടില്ലേ? കിട്ടും. അമ്മ വന്നേ, വാ. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുടിക്ക്. വല്ലാത്ത ഉറക്ക. എന്നും ഇങ്ങനെ കാപ്പിയും കൊണ്ടൊന്ന് വിളിക്കാനേ അപ്പൂട്ടിയെ കിട്ടില്ലേ? എന്നും ഇങ്ങനെ മോടെ കയ്യിൽ നിന്ന് കാപ്പി വാങ്ങിച്ചു കുടിക്കണമെന്ന് അച്ഛന്. പക്ഷേ മോക്ക് കോളേജിൽ പോകണ്ടേ? അതെ, ഇങ്ങനെ വളഞ്ഞു ചുറ്റി മൂക്കി പിടിക്കുന്ന വേണ്ട വക്കീലെ. മര്യാദക്ക് കോളേജിൽ പോകാനെന്ന് പറഞ്ഞ പോരെ? ദേ, വെറുതെ അറ്റൻഡൻസ് കളയണ്ട. പരീക്ഷ അടുത്ത സമയമല്ലേ.
സത്യത്തിൽ എനിക്കിപ്പോ അച്ഛന്റെയും കുറുപ്പച്ഛന്റെയും കൂടെ നിൽക്കാനാ കൊതി. പരീക്ഷ കഴിഞ്ഞാ പിന്നെ ഇവിടെ തന്നെ അല്ലേ നീ? പിന്നെ ഇത്രയും നാള് നന്നായിട്ട് പഠിച്ചിട്ട് ഇനി ഉഴപ്പരുത്. കൂട്ടുകാരികളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ അച്ഛനോടെ വരാ. അവളുമാരെന്നെ പച്ചയ്ക്ക് തിന്നും. എന്നാൽ അച്ഛൻ വരികയൊന്നും വേണ്ട. സാരമില്ല, ഫ്രണ്ട്സ് ആവുമ്പോ അങ്ങനൊക്കെയാ. ചിരിയും കളിയും കളിയാക്കലും ഒക്കെ ആയിട്ട് ജീവിതം എൻജോയ് ചെയ്യുന്ന കാലമല്ലേ. ചിന്തകൾ വഴുതുന്ന പ്രായവും. അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് പഠനമെന്ന ഒരേ ഒരു ലക്ഷ്യമേ ആകാവൂ. മനസ്സിലാകുന്നുണ്ടോ എന്റെ അപ്പൂട്ടിക്ക്? മതി കുട്ടിയെ. അത് പറ്റില്ല, മുഴുവൻ അങ്ങോട്ട് കുടിക്കണം. നല്ല കുട്ടിയല്ലേ, അമ്മയ്ക്ക് മതിയായിട്ടല്ലേ? ദേ, ഞാൻ അങ്ങോട്ട് മാറുമ്പോഴേക്ക് കിടന്നാളായിരുന്നു. ഇത് കൊണ്ട് വച്ചിട്ട് വന്ന് മരുന്ന് തരാട്ടോ. ആ, നിന്റെ വയറ്റില് പിറക്കാണ്ടിരുന്നിട്ടും സ്വന്തം മകളീന്ന് കിട്ടാത്ത സ്നേഹവും പരിചരണവും അല്ലേ അവളീന്ന് നമുക്ക് കിട്ടണത്. താങ്ങാനാകാത്തൊരാഘാതം തന്നെ തളർത്തിയിട്ടെങ്കിലും ഇങ്ങനൊരു കാരുണ്യം കാട്ടിയല്ലോ ഈശ്വരൻ. അച്ഛാ, കഴിക്കാൻ എടുത്തു വച്ചിരിക്കുന്നു. ചെന്ന് കഴിച്ചാട്ടെ. പോയിട്ട് വരട്ടെ അമ്മേ. സുധാമേ, ഇത്ര പെട്ടെന്ന് പോകാനൊരുങ്ങിയോ? ഊണ് കഴിച്ചിട്ട് പോയാ പോരെ? നമ്മുടെ വക്കീലിന് എന്നെ കൊണ്ടുവിട്ടിട്ട് എങ്ങോട്ടോ പോവാനുണ്ടെന്ന്. എത്രയും പെട്ടെന്ന് അങ്ങ് ചെന്ന് രമ്യയുടെയൊക്കെ വായിലിരിക്കുന്ന കൂടി കേട്ടാലല്ലേ എനിക്ക് സമാധാനാവൂ. അവര് പറയട്ടെ. അങ്ങനെ പറയുന്നത് കേട്ടിട്ടെങ്കിലും ഈ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവത്തിനൊരു മാറ്റം വരട്ടെ. വക്കീല് പിടച്ചു തുടങ്ങി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അമ്മേ. ശരി, എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. അച്ഛാ, ഒരു മിനിറ്റ്. പോകുന്നതിന് മുമ്പ് കുറുപ്പച്ചനോട് ഒന്നുകൂടി യാത്ര പറഞ്ഞിട്ട് വരാം. പിടിച്ചേ പിടിക്കേ. കുറുപ്പച്ച, ഞാൻ പോയിട്ട് വരട്ടെ. എന്തിലും ഏതിലും എന്റെ കുട്ടിക്ക് എപ്പോഴും ഒരു ശ്രദ്ധ വേണം. എന്താ കുറുപ്പച്ച, ഞാൻ ആദ്യമായിട്ട് ഹോസ്റ്റലിൽ പോണ പോലെ? അല്ല, എന്നാലും ആഹാരമൊക്കെ നേരത്തും കാലത്തും കഴിക്കണം. അധികം ഉറക്കം വിളക്കരുത്. എന്റെ കുറുപ്പച്ച സമാധാനായിട്ടിരിക്കെ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. പോയിട്ട് വാ മോളെ. മഹാദേവ.
സുധാമോ സുധാമോ, ആ പുളി ഒഴിച്ച് ഇച്ചിരി കഞ്ഞിവെള്ളം ഇങ്ങെടുത്തേ. വല്ലാത്ത പരവേശം. ദാ ആശ്വാസായി. എടുക്കാവുന്ന ചുമടെടുത്താ പോരെ. സുധാമേ, സുധാമ ശ്രദ്ധിച്ചായിരുന്നു? കുറുപ്പച്ചൻ എന്തോ എപ്പോഴും ഇങ്ങനെ ഓർത്തോണ്ടിരിക്കും. എനിക്കും തോന്നിയേ? ഈ കല്ലേലിയോട് പറയാത്ത ഒരു രഹസ്യവും കുറുപ്പച്ചനില്ല. ഇതെന്താ പറയാത്തതെന്നാ? എപ്പോഴെങ്കിലും പറയുമായിരിക്കും. സുധർമ്മ ഒന്ന് നിന്നേ. സച്ചി ഇങ്ങനെ വിട്ടാ മതിയോ? ഇത്രയും നല്ല കോഴ്സൊക്കെ പാസ്സായിട്ട് ഇങ്ങനെ നടന്നാൽ കൂട്ടുകാരും ഒത്ത് കറങ്ങിത്തിരിഞ്ഞ് നടക്കുമ്പോൾ അവനെ കുറിച്ച് വിചാരം ഉണ്ടാവില്ല. അവരൊക്കെ നാളെ മറ്റു വഴിക്ക് പോകും. അപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന അവസരങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. ഞാൻ പറയുന്നത് സുധർമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഞാൻ ഒരു ദിവസം അവനോട് സംസാരിച്ചിരുന്നു. അമ്മയെ തനിച്ചുവിട്ട് വിദേശത്തൊന്നും പോകാൻ അവന് താല്പര്യമില്ലെന്ന്. അച്ഛനമ്മമാരുടെ സമീപത്ത് തന്നെ ആൺമക്കളെ തളച്ചിടരുത്. അവരെ സ്വതന്ത്രരായി വിടണം. അവര് പോയി നല്ല നിലയിലാകുന്നതല്ലേ നമുക്ക് സന്തോഷം. അവന് ഞാൻ ഒരിക്കലും എതിര് നിൽക്കില്ല. അത് മാത്രം പോരാ, അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും വേണം. മറ്റാരേക്കാളും സുധർമ്മയ്ക്ക് അവനെ സ്വാധീനിക്കാൻ കഴിയുമല്ലോ. അവനെ ഈ നിലയിലെത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. ഈ പഠിപ്പിന് പറ്റുന്ന ഒരു ജോലിയും കൂടെ ആയാലല്ലേ സുധർമ്മയ്ക്ക് ആശ്വസിക്കാൻ പറ്റൂ. എന്റെ ചില ഫ്രണ്ട്സ് പുറത്തൊക്കെ ഉണ്ട്, അമേരിക്കയിലും പറ്റും. അവർ വിചാരിച്ച സച്ചിക്ക് അവിടെ ഒരു ചാൻസ് വെരി ഈസി. ഞാനതൊന്ന് ട്രൈ ചെയ്യാൻ പോവാ. ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ നിർബന്ധിച്ച് തന്നെ ചെയ്യിക്കേണ്ടി വരും. അതൊടുവിൽ എല്ലാവർക്കും നല്ലതായേ വരൂ. മനസ്സിലാകുന്നുണ്ടല്ലോ? ഹലോ കുറുപ്പ. കുറുപ്പത്തേം, ഇത് കേശവൻകുട്ടിയാ, തിരുമണം. എന്തിനാ കേശവൻകുട്ടി ഇപ്പൊ വിളിക്കുന്നേ? അത് ഒരു സന്തോഷ വർത്തമാനം പറയാനാന്നേ. നമ്മുടെ കുടുംബത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നൊരു ബന്ധം വന്നിട്ടുണ്ടേ. പിന്നെ പയ്യൻ ടെക്നോ പാർക്കിൽ ഏതോ വലിയ കമ്പനിയിലാ. അവരെപ്പോഴാ വരേണ്ടതെന്ന് ഇദ്ദേഹത്തിന്റെ സമയവും സൗകര്യവും ചോദിക്കാതെ കേശവൻകുട്ടിക്ക് വല്ലതും പറയാൻ പറ്റുമോ? അത് ഞാൻ വക്കീലുമായിട്ട് ആലോചിച്ചിട്ട് വിവരം തന്നെ വിളിച്ചറിയിക്കാം. ശരി, ഓക്കെ. വക്കീലേ, ആ ബ്രോക്കർ കേശവൻകുട്ടി വിളിച്ചിരുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞാ? ഒരു പയ്യന്റെ കാര്യം. അല്ല വക്കീലേ, ഇത്ര തിടുക്കത്തിൽ ഇനിയൊരാലോചന വേണോ? വേണ്ടേ?
ചിലതൊക്കെ അതിന്റെ സമയത്ത് തന്നെ നടത്തണം. അവള് വാശി പിടിക്കുന്നു എന്ന് വെച്ച് നമുക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ? എന്നാലും അവർ വരട്ടച്ച. കാര്യങ്ങളൊക്കെ ആലോചിച്ചും കണ്ടുമല്ലേ നമ്മൾ തീരുമാനിക്കൂ. ഞാൻ ഈ കല്യാണത്തിന് എതിര് നിൽക്കുകയാണെന്ന് തോന്നരുത്. ഞാൻ ജീവിക്കുന്നത് തന്നെ അപ്പൂട്ടിയുടെ കല്യാണം കാണാനാ. അന്നിങ്ങനൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് പെട്ടെന്നൊരാലോചന എന്ന് പറഞ്ഞ അവള് സമ്മതിക്കുമോന്നാ എന്റെ പേടി. എല്ലാം അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ അച്ഛാ? അവിടെ ഭാവിയെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ. താൻ പറയുന്നത് നേരാ. ഈ വയസ്സിന് തോന്നിയത് പറഞ്ഞെന്നേ ഉള്ളൂ. അല്ല, തന്റെ ജോലി നടക്കട്ടെ.